വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ സ്നേഹം 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് തന്നെ വളരെ കുറവായിരിക്കും. ഇന്ന് പലരും ചോദിക്കുന്ന ഒന്നാണ്, എൻ്റെ പങ്കാളിക്ക് പണ്ടത്തെ പോലെ എന്നോട് സ്നേഹമില്ല എന്ന്. സിനിമകളിൽ കാണുന്നത് പോലെയുള്ള വെറുമൊരു വികാരം, ഇമോഷൻ മാത്രമാണോ സ്നേഹം? അല്ല. ബൈബിൾ പറയുന്ന സ്നേഹം ഒരു തീരുമാനമാണ്, അതായത് ഡിസിഷൻ. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു തീരുമാനം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഈ യഥാർത്ഥ സ്നേഹം എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ്. ബൈബിൾ പറയുന്ന സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ 1 കൊരിന്ത്യർ 13 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്ന സ്നേഹത്തിൻ്റെ സ്വഭാവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രതിഫലിച്ചതായി നമുക്ക് കാണാം. 1 യോഹന്നാൻ 4:8 വാക്യത്തിൽ പറയുന്നു, ദൈവം സ്നേഹമാണ്. ആയതിനാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ അവതാരമാണ്, സ്നേഹത്തിൻ്റെ അവതാരമാണ്. സ്നേഹപൂർണമായ ജീവിതം എല്ലാവർക്കും മാതൃക തന്നെയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. നമ്മൾ പലപ്പോഴും പങ്കാളിക്ക് ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ ദേഷ്യപ്പെടും. എന്നാൽ വചനം പറയുന്നത് ക്ഷമിക്കാനാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്ക് ശമ്പളം കൂടിയാലോ അല്ലെങ്കിൽ ഭാര്യയേക്കാൾ ഭർത്താവിന് കൂടുതൽ അംഗീകാരം കിട്ടിയാലോ അവിടെ ഈഗോ വരാൻ പാടില്ല. അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതല്ല സ്നേഹം. എൻ്റെ പങ്കാളിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതാണ്. പ്രായോഗിക ജീവിതത്തിലെ സ്നേഹം, അതായത് ലവ് ലാംഗ്വേജസ്. പലപ്പോഴും ഭർത്താവ് വിചാരിക്കും താൻ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് വലിയ സ്നേഹമെന്ന്. എന്നാൽ ഭാര്യ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ദിവസവും ഒരു 10 മിനിറ്റ് അവളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഭർത്താവ് സമയം മാറ്റിവെക്കുന്നതായിരിക്കും. അതുപോലെ ഭാര്യ വിചാരിക്കും വീട്ടുജോലികൾ കൃത്യമായി ചെയ്യുന്നതാണ് സ്നേഹമെന്ന്. എന്നാൽ ഭർത്താവ് ആഗ്രഹിക്കുന്നത് ജോലി കഴിഞ്ഞു വരുമ്പോൾ സ്നേഹത്തോടെയുള്ള ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു വാക്ക് ആശ്വാസമോ ആയിരിക്കും. പങ്കാളി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇനി ക്ഷമയും വിട്ടുവീഴ്ചയും. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:13 വാക്യം നോക്കിയാലോ. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. വഴക്കുകൾ ഉണ്ടാകാത്ത ഒരു കുടുംബവും ഈ ഭൂമിയിലില്ല. എന്നാൽ സ്നേഹമുള്ളവർ വഴക്കിട്ടാലും പിരിഞ്ഞു പോകില്ല. അവർ പരസ്പരം മാപ്പ് ചോദിക്കും. ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് സ്ഥാപിച്ച് ജയിക്കാൻ നോക്കുമ്പോൾ തോറ്റുപോകുന്നത് നമ്മുടെ കുടുംബജീവിതമാണ്. കർത്താവ് നമ്മുടെ എത്രയോ വലിയ തെറ്റുകൾ ക്ഷമിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പങ്കാളിയോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയില്ലേ? ഒരു കുടുംബത്തെ ശക്തമാക്കുന്നത് സമ്പത്തോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് ദൈവിക സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്ന കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഉണ്ടാകും. സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. വേദപുസ്തകം പറയുന്നു, ദൈവം സ്നേഹമാണ്.
യഥാർത്ഥ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. കുടുംബത്തിൽ പരസ്പരം സ്നേഹിക്കാൻ നാം ആദ്യം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം, വിവാഹം ദൈവം സ്ഥാപിച്ച വിശുദ്ധ ബന്ധമാണ്. എഫേസ്യർ 5:25 പറയുന്നു, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ സ്നേഹം ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. സ്നേഹം തെറ്റുകൾ എണ്ണിവെക്കുകയില്ല. മാതാപിതാക്കളും മക്കളും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. മാതാപിതാക്കൾ മക്കളെ ശാസിക്കുമ്പോഴും സ്നേഹത്തോടെ ആകണം. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ വളരുന്ന മക്കൾ ആത്മീകമായി ശക്തരാകും. സ്നേഹം ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. ഓരോ കുടുംബത്തിലും തെറ്റുകളും വേദനകളും ഉണ്ടാകാം. എന്നാൽ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ക്ഷമയാണ്. ക്ഷമയില്ലാത്ത കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും. ക്ഷമിക്കുന്ന ഹൃദയം കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കും. ഇനി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം. കൂടെ പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും എന്നൊരു പ്രസിദ്ധമായ വാക്കുണ്ട്. ദിവസവും കുറച്ച് സമയം കുടുംബ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. ഒരു വേദഭാഗം വായിക്കുക, ഒരു പാട്ട് പാടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇത് കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കും. സ്നേഹത്തിൻ്റെ മാതൃക ആരാണെന്നറിയാമോ? അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നമ്മെ നിബന്ധനകളില്ലാതെ സ്നേഹിച്ചു. അവൻ തൻ്റെ ജീവൻ പോലും നമുക്ക് വേണ്ടി നൽകി. കുടുംബത്തിൽ യേശുവിൻ്റെ സ്നേഹം പ്രതിഫലിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, സ്നേഹം വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയിലും പ്രകടമാകണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ക്ഷമയും കരുണയും വർദ്ധിപ്പിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കുവാൻ കഴിയില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ വേണം. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ബന്ധങ്ങളെ വീണ്ടും തളിർപ്പിക്കും. ഇന്നത്തെ ലോകത്ത് കുടുംബങ്ങൾ പല വെല്ലുവിളികളിലൂടെ കടന്നു പോകുകയാണ്. തിരക്കുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, ആശയവിനിമയക്കുറവ് എന്നിവ കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കുന്നു. എന്നാൽ ദൈവിക സ്നേഹം ഉള്ളിടത്ത് കുടുംബം ശക്തമായി നിലനിൽക്കും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു കുടുംബം എങ്ങനെയാണെന്ന് നോക്കിയാലോ? കുടുംബം മനുഷ്യൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ദൈവം ആദ്യ കുടുംബം സ്ഥാപിച്ചു. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ സ്നേഹമായിരിക്കണം. സ്നേഹമില്ലാത്ത വീട്ടിൽ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായാലും സന്തോഷം ഉണ്ടാകില്ല. എന്നാൽ സ്നേഹമുള്ളിടത്ത് ചെറിയ വീട് പോലും സ്വർഗസമാനമാകും. കുടുംബജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കുറവുകൾ ഉണ്ടാകും. എന്നാൽ സ്നേഹം കുറവുകളെ മറികടക്കാൻ സഹായിക്കുന്നു. നാം പലപ്പോഴും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത്. ആശയവിനിമയത്തിലെ സ്നേഹം. പല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം സ്നേഹക്കുറവല്ല, ആശയവിനിമയമാണ്. പരസ്പരം കേൾക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക, കോപത്തിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക. ഒരു മുറിവ് ഭേദമാകാം, പക്ഷേ വേദനിപ്പിക്കുന്ന വാക്കുകൾ വർഷങ്ങളോളം ഓർമ്മയിൽ നിലനിൽക്കും. സ്നേഹമുള്ള കുടുംബത്തിന് പ്രാധാന്യമായും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് വില കൂടിയ സമ്മാനങ്ങളല്ല, മാതാപിതാക്കളുടെ സ്നേഹവും സമയവുമാണ്. മക്കളോട് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് നിന്നെക്കുറിച്ച് നല്ല പദ്ധതിയുണ്ട്. ഇത്തരം വാക്കുകൾ മക്കളുടെ ആത്മവിശ്വാസം വളർത്തും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ത്യാഗത്തിൻ്റെ സ്നേഹമായിരുന്നു. കുടുംബജീവിതത്തിലും ചിലപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം. മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കണം. സ്വാർത്ഥത ഉപേക്ഷിക്കണം. ത്യാഗമുള്ളിടത്ത് സ്നേഹം വളരും.
കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? സമാധാനം സ്വയം ഉണ്ടാകുന്നതല്ല, അതിനായി പരിശ്രമിക്കണം. ഉടൻ ക്ഷമിക്കുക, നന്ദി പറയുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, ദൈവവചനം വായിക്കുക. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം അനുഗ്രഹമാകുമ്പോൾ ആ വീട് സന്തോഷത്തിൻ്റെ കേന്ദ്രമാകും. യേശുക്രിസ്തുവിനെ കുടുംബത്തിൻ്റെ തലവനാക്കുക. കർത്താവായ യേശുക്രിസ്തു വീട്ടിൽ വസിക്കുന്നുവെങ്കിൽ അവിടം പ്രത്യാശയുണ്ടാകും. പ്രശ്നങ്ങൾ വരാം, പരീക്ഷണങ്ങൾ വരാം, പക്ഷേ യേശുവിനെ ആശ്രയിക്കുന്ന കുടുംബം തകരുകയില്ല. മത്തായി 7 യേശു പറഞ്ഞതുപോലെ പാറമേൽ പണിത വീട് കൊടുങ്കാറ്റിൽ വീഴുന്നില്ല. അതുപോലെ ദൈവത്തിൽ സ്ഥാപിതമായ കുടുംബം ഉറച്ചു നിൽക്കും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ സ്നേഹവും സമാധാനവും ഐക്യവും വർദ്ധിപ്പിക്കണമേ. ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും പരസ്പരം സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രകാശിക്കട്ടെ. ഇത്തരം ദൈവവചനങ്ങൾക്കായി ജീവവചനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.